ഞങ്ങളുടെ നിലപാടെന്താ മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി കോൺഗ്രസിന്റെ നിലപാട്. അത് വഖഫ് ഭൂമിയല്ല, ദാനം കൊടുത്ത ഭൂമിയാ. ഇത് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നിസാർ കമ്മീഷൻ വെച്ചു. ആ നിസാർ കമ്മീഷനാണ് ഇത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്, ഇത് വഖഫാണെന്ന് പറഞ്ഞത്. അതിനുശേഷം UDF ഗവൺമെന്റ് വന്ന് UDF ഗവൺമെന്റ് ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ. ഇപ്പൊ 2019 ആയപ്പോഴാണ് ഇത് വഖഫാണെന്നും പറഞ്ഞ് അവർക്ക് കരമടക്കരുതെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തത്. അത് തെറ്റാണ്. അവരുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് പിന്നെ വഖഫാണെന്ന് പറയുന്നത് എന്ത് പരിപാടിയാ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുനമ്പത്തെ തർക്കത്തിൽ കടന്ന ഒരു വഖഫ് ഭൂമി ഉണ്ടായിരുന്നല്ലോ, പൊതുവായിട്ട് കഴിഞ്ഞ ഇടയെല്ലാം ഭയങ്കര വാർത്താ പ്രാധാന്യം നേടിയിരുന്ന ഒരു സംഭവമാണ്. എറണാകുളം ജില്ലയിലെ മുനമ്പം ഭാഗത്തുള്ള ഒരു 404 ഏക്കർ 404.676 ഏക്കർ ഭൂമിയായിരുന്നു. ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു തർക്കം നിലനിന്നിരുന്നു. ആ വഖഫ് ഭൂമി ഈ വഖഫ് പോർട്ടലിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ടുള്ളൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ട്രാവൻകൂർ ന്യൂസ് 24/7 ആണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് മെയ് 23-ാം തീയതിയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കേന്ദ്ര വഖഫ് പോർട്ടലായ ഉമ്മീദിയിലാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന് മുതവല്ലി ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു വാചകം. മുതവല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തണ്ടപ്പേര് എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു സംഭവമാണ്. അതായത് ഈ വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ വഖഫ് ഭൂമിയുടെ അത് ഉമ്മീദീൻ എന്ന് പറയുന്ന ഒരു സംഭവം, അത് ശരിക്കും അവരുടെ ഒരു ഭാഷകൾ കൂടിയാണ്. അതിൽ കേൾക്കുന്നവർക്ക് അത് അത്ര വ്യക്തമാകണം എന്നില്ല. ഉമ്മീദീനിലെ മുതവല്ലി എന്ന നിലയിലാണ് ഈ ഭൂമി ഇപ്പോൾ കേന്ദ്ര വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് എത്രമാത്രം ഒരു കൊടിയ വഞ്ചനയാണ് എന്നുള്ളത് നമ്മളൊന്ന് ഇവിടെ എടുത്ത് കാണേണ്ടതുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 23-ാം തീയതി നമുക്കറിയാം. മെയ് 23-ാം തീയതിയാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഭൂമിയെ പറ്റിയുള്ള തർക്കം കാലങ്ങളെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലങ്ങളായിട്ട് ഭയങ്കര തർക്കത്തിൽ കിടക്കുകയും പുതിയ സർക്കാർ, നമുക്കറിയാം ഇപ്പോഴത്തെ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാരാണ് ഇപ്പം നിലവിലുള്ളത്. അദ്ദേഹം അധികാരത്തിലേറുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നതാണ് വെറും 10 മിനിറ്റ് കിട്ടിയാൽ മാത്രം മതി ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവരെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് അല്ലേ നമ്മുടെ കാര്യം. അത് എന്തുകൊണ്ടാണ് വഖഫ് അല്ല എന്ന് പറയാൻ കാര്യം? ഇതിൻ്റെ അത് കണ്ടീഷൻ ഉണ്ട്. ഫറൂഖ് കോളേജ് ഈ കാര്യത്തിന് വേണ്ടി ചെലവാക്കിയിൽ തിരിച്ചു കൊടുക്കണമെന്ന്. വഖഫ് വയ്ക്കുമ്പോൾ അൺകണ്ടീഷണലാണ്, പെർമനന്റ് ഡെഡിക്കേഷനാണ് വഖഫ് എന്ന് പറഞ്ഞത്. ഇത് അതുകൊണ്ട് തന്നെ വഖഫല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ വേറെ ആളുകൾ താമസിക്കേണ്ടി ഇവരുടെ പൂർവികർ ആളുകൾ താമസിക്കുന്ന ഭൂമിയാണ് വഖഫാകുന്നത്. വഖഫാകാൻ പറ്റില്ല, ആളുകൾ താമസിക്കുന്ന ഭൂമി. മനസ്സിലായില്ലേ? പിന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇവരുടെ കയ്യിൽ നിന്ന്, അവിടെ താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ഇത് കയ്യിലിരിക്കുന്ന ഫറൂഖ് കോളേജ് പറഞ്ഞ് ഇത് വഖഫല്ല, ദാനം കിട്ടിയ ഭൂമിയാണെന്ന്. ദാനം കിട്ടിയ ഭൂമി ആയതുകൊണ്ടാണല്ലോ അവർ പണം മേടിച്ചത്. അപ്പൊ ഇതൊക്കെ സർക്കാരിന് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും കേരള സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡിന്റെ നിലപാടെന്താ? സർക്കാർ അപ്പോയിന്റ് ചെയ്ത വഖഫ് ബോർഡല്ലേ, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാ വഖഫ് ബോർഡ് കേരളത്തിലെ അല്ലേ? അവരുടെ നിലപാടെന്താ? എന്താ CPM വിചാരിക്കുന്നത്? സംഘപരിവാറിന്റെ പോലുള്ള ഒരു ദുഷിച്ച ചിന്ത കേരളത്തിലെ CPM നേതാക്കളുടെ ഇടയിലുണ്ട്. ഇത് അങ്ങ് വളർന്നോട്ടെ, ഇതങ്ങ് ഡിലേ ചെയ്ത് പോയി 2 മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകട്ടെ, അതിൽ നിന്ന് വല്ല ലാഭം കിട്ടുമെന്ന് നോക്കിയിരിക്കുക. ഒരാൾക്ക് ലാഭം കിട്ടാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ മതേതര കേരളമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തെളിയിക്കും. ഇത് എത്രമാത്രം അപകടകരമാണ്. കാരണം ഈ ഇത്രയും ഭൂമിയിൽ താമസിക്കുന്ന ഏകദേശം 600-ൽ പരം കുടുംബങ്ങളാണ്. ആ 600-ൽ പരം കുടുംബങ്ങളിൽ 400-ൽ പരം കുടുംബങ്ങളും ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരും സാധുക്കളാണ്. ഇത് 1950-ൽ ഫറൂഖ് കോളേജിന് വഖഫ് ഭൂമിയായിട്ട് നൽകിയിരുന്നത് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടുന്ന് ഫറൂഖ് കോളേജാണ് ഈ വ്യക്തികൾക്ക് ഇത് കൈമാറ്റം ചെയ്യുന്നത്, പല കഷ്ണങ്ങളായിട്ട് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന വസ്തു അവർ കരമടച്ച് പോക്കുവരവ് ചെയ്ത് കരമടച്ച് അവരുടെ വസ്തുവായിട്ട് കൊണ്ടു നടക്കുന്ന കാലഘട്ടത്തിലാണ് 2009-ൽ വഖഫ് ഭൂമിയാണ് എന്ന് അവകാശവാദം അവിടെ ഉന്നയിക്കപ്പെടുന്നതും. അതുപോലെ തന്നെ 2022 ആയപ്പോഴത്തേക്കും
അവിടെ താമസക്കാർക്ക് അതിൻ്റെ കരമടയ്ക്കാൻ പറ്റാതെ വരികയും ചെയ്തതിനെ തുടർന്നാണ് ഈ തർക്കങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. ഇപ്പോൾ ഈ വിഷയം സംബന്ധിച്ചിട്ട് ഹൈക്കോടതിയും അതുപോലെ ഈ മുൻ ഉടമസ്ഥരായിട്ടുള്ള ഫറൂഖ് കോളേജും പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി വഖഫിൻ്റേത് അല്ല എന്ന്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി പോലും കൂടെ അങ്ങനെ ഒരു ഉത്തരവിട്ടു എങ്കിൽ പോലും കൂടെ ആ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേന്ദ്ര വഖഫ് പോർട്ടലായ ഉമ്മീദിൽ ഈ മുതവല്ലി സ്ഥാനം വഖഫ് ഭൂമിയാണ് എന്ന നിലയിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഇതിപ്പോൾ വഖഫ് ഭൂമി എന്ന നിലയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആ വാക്കുകൾക്ക് എന്താണ് വിലയുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തു കാണേണ്ടത്. രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങളുടെ നിലപാടെന്താ മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല, ദാനം കൊടുത്ത ഭൂമിയാണ്. അതിന്റെ പണം അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഖഫ് ബോർഡ് കൂടി ഇടപെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം. സംസ്ഥാന ഗവൺമെന്റിന് കഴിയും. അത് ചെയ്യാതിരിക്കാനാണ് ഈ കമ്മീഷൻ വെച്ചത്. ആ കമ്മീഷൻ തെറ്റാണ്, നിയമിച്ചത് തെറ്റാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു. അതുകൊണ്ട് ഔട്ട് ഓഫ് കോർട്ട് അതിന്റെ അകത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പറ്റും. എന്തിനാണ് നിങ്ങൾ മുനമ്പം വിഷയവും ദേശീയ തലത്തിലുള്ള വഖഫ് ബില്ലും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത്? മുനമ്പം വിഷയം ഇവിടെ തീർക്കാൻ പറ്റും, ഇവിടെ പരിഹരിക്കാൻ പറ്റും. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് പോയി അവരോട് സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 600 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാധുക്കളായിട്ടുള്ള കുടുംബങ്ങളാണ്. അതിനകത്ത് 400-ൽ പരം കുടുംബങ്ങളും ഒരൊറ്റ മതവിഭാഗത്തിലാണ്, കാരണം ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പം അതുകൊണ്ട് കൂടിയാണ് ഇത് ഇത്രയും വർഗീയപരമായിട്ട് തന്നെ ഇതിനകത്ത് ചേരിതിരിവ് സംഭവിക്കുന്നതും. കാരണം ഈ കുടുംബങ്ങളെ അവിടുന്ന് ഒഴിപ്പിച്ചെടുത്തുകൊണ്ട് ഇത് വഖഫ് ഭൂമിയാക്കിക്കൊണ്ട് ഇത് അവർ കൈക്കലാക്കാനായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉരുത്തിരിയുന്നത്. ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വഖഫ് നിയമം പുനർനിർണയം ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ നിയമത്തിലെ അപാകത കൊണ്ടാണ് സുപ്രീം കോടതിക്ക് പോലും കൂടെ ആ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത്. കാരണം ഇത്തരം ഒരു അവകാശവാദം വഖഫ് ബോർഡിൽ ഉണ്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതികൾക്ക് പോലും അധികാരം ഇല്ല എന്നുള്ള നിലയിലേക്ക് നിയമം പരിഷ്കരിച്ചതിൻ്റെ ഒരു അപാകതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് തന്നെ ആ നിയമം ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ആ നിയമത്തിനകത്ത് വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒരു പാർൽ ഉണ്ടാക്കിയെടുക്കാനും ഭരണ നിയമ സംവിധാനങ്ങൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതി മാത്രമാണ് ഇനിയിപ്പോൾ ഇതിനകത്തൊരു ഏക ആശ്രയമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ ഈ ഭരണകൂടങ്ങൾ കാണിക്കുന്ന ഒരു ഉദാസീനതയാണ്. നമുക്കറിയാം, ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ പല നിലപാടുകളും അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്ന പല കാര്യങ്ങളല്ല പിന്നീട് അധികാരത്തിൽ ഏറിയതിന് ശേഷം പോലും കൂടെ വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം മുനമ്പത്തിൻ്റെ അടുത്ത സ്വദേശിയാണ്, പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആ വ്യക്തി കൂടിയാണ്. മുനമ്പവും പറവൂരും ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. മുനമ്പത്താണ് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. പല പ്രാവശ്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നിലവിലുള്ള ഭരണകൂടത്തെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി വളരെ ആർജവത്തോടു കൂടി പറഞ്ഞതാണ് ഇത് സർക്കാർ മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വെറും 10 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കാം എന്നതേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായി ഇത്രയും ദിവസങ്ങളായിട്ടും ഈ പ്രശ്നത്തിനകത്തൊരു പരിഹാരം കാണുന്നില്ല എന്ന് മാത്രമല്ല ഈ പ്രശ്നം വളരെ സങ്കീർണമായി എന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടു ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു കാണേണ്ടത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പല വാക്കുകൾക്കും മുൻ പറഞ്ഞ വാക്കുകളൊക്കെ വെറും വിഴുങ്ങിക്കൊണ്ട് നമുക്കറിയാം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകമാണ് മറ്റു നേതാക്കന്മാരെ പോലെ ഞാൻ മത നേതാക്കളുടെ തിണ്ണ നിറങ്ങാൻ പോകുന്ന ഒരാളല്ല, അങ്ങനെ തിണ്ണ നിറങ്ങിയിട്ട് എനിക്ക് വോട്ടും വേണ്ട, അങ്ങനെ അതിനെന്നെ കിട്ടുകയും ഇല്ല എന്ന് പറഞ്ഞ അതേ വ്യക്തിയാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തന്നെ ഈ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിൽ പോയി അവിടുത്തെ ബിഷപ്പിനെയൊക്കെ കാണുകയൊക്കെ ചെയ്തത്. നമുക്കറിയാം ഒരു മുഖ്യമന്ത്രിമാർ ചെയ്യാത്തൊരു കാര്യമാണ് ഈ മതനേതാക്കന്മാരുടെ തിണ്ണ നിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന മുഖ്യമന്ത്രിമാർ പോലും കൂടെ ഇതിനു മുമ്പ് ഒരിക്കലും
ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത അന്നേ ദിവസം തന്നെ ഒരു മത നേതാക്കളുടെയും തിണ്ണനിറങ്ങാൻ പോയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം തിണ്ണനിറങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തന്നെ ഈ ലത്തീൻ അതിരൂപതയിൽ പോകേണ്ടി വന്നു. രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരെ പറഞ്ഞു വിടേണ്ടി വന്നു. അതൊന്ന് കെ മുരളീധരനും 2 CP ജോൺ എന്ന മന്ത്രിയുമാണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും മന്ത്രിസഭ അധികാരമേറ്റ് കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കാം നിലവിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്. അതിനകത്തുനിന്ന് നമ്മൾ കുറ്റങ്ങളല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന നിലപാടുകളിലുള്ള ആ മാറ്റം മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുൻപത്തെ ഇത്രയും ഈ ഭൂമി ഈ രീതിയിലേക്ക് അവിടെ സങ്കീർണമാകുമ്പോൾ അതിനകത്ത് ഈ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പറഞ്ഞ ആ വ്യക്തി ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഉദാസീനത കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഈ വർഗീയ പ്രീണനം പഴയതിനേക്കാൾ കുറെ കൂടി ആർജവത്തോടു കൂടി ഉയർന്നു വരുന്നുണ്ടോ എന്ന് കൂടി സംശയിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊന്ന് പരാമർശിച്ച് പോകേണ്ടതായിട്ട് വരുന്നത്. നമുക്കറിയാം, ഇപ്പം മുൻപത്തെ ഈ വക്കഭൂമി പ്രശ്നം മാത്രമല്ല, നമ്മുടെ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ മധ്യഭാഗങ്ങളിൽ വൻ മാഫിയകൾ, പാറക്കോറി മാഫിയകൾ കയറി പിടിമുറുക്കിയിരിക്കുന്നതും അവിടെ പാറക്കോറി മാഫിയ മാത്രമല്ല, ഈ പ്ലൈവുഡ് ഫാക്ടറി അതും വൻ ഒരു മാഫിയ ശൃംഖലയുടെ ഭാഗമാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തോന്നും ഇതൊക്കെ അവിടെ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ നല്ലതല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നത് ശരിക്കും ഒരു വ്യവസായ പുരോഗതിയുടെ ഭാഗം അല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയൊക്കെ വൻ മാഫിയകളുടെ കടന്നുകയറ്റമാണ് വരുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ ഇത്തരം ഫാക്ടറികളൊക്കെ വരുന്നു, അവിടെ മൊത്തം മലിനസമാകുന്നു, കുടിവെള്ളവും വായുവും മലിനസമാകുന്നു, ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് വരുന്നു. പിന്നീട് അവിടെ സ്ഥിരതാമസക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തലമുറകളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അവിടുന്ന് നിസ്സാര വിലയ്ക്ക് ഭൂമി കൊടുത്ത് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളിലേക്ക് വരുന്നു. പിന്നീട് അവിടെ പല മാഫിയകളിലെ പ്രവർത്തനങ്ങളും, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അധോ ലോകം പോലുള്ള പ്രവർത്തനങ്ങൾ അവിടെ സജ്ജീകരിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ അവധാനതയോടുകൂടി വളരെ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം കാണണം. പൊതുസമൂഹം അത് ഭരണകൂടത്തെ അത് അറിയിക്കണം. ആ ഭരണകൂടം ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെടണം. ഇക്കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നന്ദി.